ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. UAEയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോങ്കോ, യുഗാണ്ട രാജ്യങ്ങളിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ്, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, B അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മണി മുതൽക്കായിരിക്കും പാസ് ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക് ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ VIP എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 മണിക്ക് ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹറാൾഡ് 5ാമനുമായും സോൻജ രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31ാമത് അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് CEOമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തു പറഞ്ഞു. आतंकवाद
पूरी मानवता के लिए गंभीर चुनौती है। पिछले वर्ष पहलगाम में हुए आतंकी हमले के बाद हमें स्वीडन से मिले समर्थन के लिए मैं प्रधानमंत्री क्रिस्टरसन का आभार व्यक्त करता हूं। हम आतंकवाद और उसके समर्थकों के विरुद्ध लड़ाई जारी रखेंगे। സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിനു മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. UAEയിലെ ബരാക്ക് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിനു പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോങ്കോ, യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. UAEയിലെ ബരാക്ക് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോങ്കോ, യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.